പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. MKM-CSI പെരുമ്പഴുതൂർ ഇടവകയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേകമായ ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും വളരെയേറെ സന്തോഷത്തോടുകൂടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രൂസിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഒരു പരിശുദ്ധ ദിവസത്തിൻ്റെ സന്തോഷം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധനയിൽ ചില നിമിഷങ്ങൾ ചെലവഴിക്കുവാനും വ്യത്യസ്ത ഇടങ്ങളിൽ സാഹചര്യങ്ങളിൽ കർത്താവ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഒരാഴ്ചക്കാലം അത്ഭുതകരമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് വഴി നടത്തി ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും ആശ്വാസങ്ങളും അതാതിടങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകി. ഞങ്ങളെ സ്നേഹിച്ച കൃപകൾക്കായി ഞങ്ങൾ വീണ്ടും ദൈവത്തെ വാഴ്ത്തുന്നു. ശക്തമായ പ്രതികൂലങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവമേ, ആ വലിയ സ്നേഹം ഈ ആരാധനാ വേളയിൽ വീണ്ടും ഞങ്ങൾ അടുത്തിരുന്ന് അനുഭവിച്ചറിയാൻ ഞങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. ഈ ആരാധനാ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് സഹായിക്കണമേ. വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഈ ആരാധന ശ്രദ്ധിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സമാധാനവും ആശ്വാസവും എല്ലാ ഉള്ളങ്ങളിലും ദൈവം തമ്പുരാൻ ദാനമായി നൽകണമേ. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഈ ശുശ്രൂഷയെ ആരംഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പാഠപുസ്തകത്തിലെ 216 ഗീതം നമുക്കൊരുമിച്ച് പാടാം. നിന്റെ സ്നേഹമാം ശബ്ദം കേട്ടുന്നു. യേശുനാഥാ, നിൻ കലിക്കു
പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു മനോഹരമായ പരിശുദ്ധ ദിവസത്തിൻ്റെ വളരെയേറെ സന്തോഷമുള്ള ഈ പ്രത്യേകമായ നിമിഷങ്ങൾ ജീവന്റെ ഉടയവനായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിനും ആരാധനയോടുകൂടെ ചില നിമിഷങ്ങൾ അമർന്നിരിക്കുന്നതിനും വളരെ വ്യത്യസ്തമായ ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നു. ദൈവ സാന്നിധ്യം എപ്പോഴൊക്കെ നമുക്കുണരുവാൻ അവസരം ലഭിക്കുന്നുവോ അപ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കണ്ടെത്തുവാൻ, ജീവിതത്തിൻ്റെ പിഴവുകളെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാടും വലിയ ഭീതിയും ഭയപ്പാടും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രയാസം മനുഷ്യജീവിതത്തിൽ നേരിടുന്നതിന്, ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിന് എൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ എനിക്കുള്ള പങ്ക് എന്താണ്? എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് എവിടെയൊക്കെയാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ ആഴമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും കഴിയാതെ ഞാൻ സ്വാർത്ഥതയാൽ നിറഞ്ഞ ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടോ? പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും അമിത സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രത്യേകമായ ചില അനുഭവങ്ങൾ എന്നെ അഹങ്കാരിയാക്കി മാറ്റിയിട്ടുണ്ടോ? ദൈവം നൽകിയ ഒരുപാട് നല്ല ദാനങ്ങൾ പ്രത്യേകമായി പ്രകൃതിയിലൂടെ, കുടുംബ ബന്ധങ്ങളിലൂടെ, മാതാപിതാക്കളിലൂടെ ഒക്കെ ലഭിച്ച പ്രത്യേകമായ സന്തോഷങ്ങൾ, നന്മകൾ വിനയത്തോടുകൂടെ കാണുന്നതിന് പകരം അത് ഞാൻ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നുവോ? ഞാൻ എൻ്റെ കടമകൾ നിറവേറ്റുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ? ശാന്തമായി ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണരുന്നതിനുള്ള അവസരമാണ് ഈ ആരാധനാ വേളയിൽ നമുക്ക് ലഭിക്കുന്നത്. നാം ശാന്തമായി ദൈവത്തോട് അടുത്തു വരുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരുമ്പോൾ, വേദനയോടും മഹാസങ്കടത്തോടും കൂടി ജീവിതത്തിൻ്റെ പാപം ഉണർന്ന് അത് ക്ഷമിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ കരയുന്നതിന് ഇടയായി തീരുമ്പോൾ നിശ്ചയമായും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ വലിയൊരാശ്വാസം നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി തീരും. അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടെ ഹൃദയത്തെ താഴ്ത്തി, കർത്താവേ, എനിക്ക് ആ വലിയ സമാധാനം വേണം, ആ വലിയ ആശ്വാസം എനിക്ക് വേണം, ആ നീറുന്ന ഹൃദയാനുഭവത്തിൽ നിന്ന് ഒരു മോചനം എനിക്ക് വേണം, കുടുംബ ബന്ധങ്ങളിൽ വന്നുപോയിരിക്കുന്ന തകർച്ചകൾ, പരാജയങ്ങൾ മാറ്റപ്പെടണം. ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട്, ഞാൻ എൻ്റെ ചിന്തകൾ കൊണ്ട്, വ്യത്യസ്തമായ ഇടപെടലുകൾ കൊണ്ട് അമിതാവേശം കാണിച്ച്, അത്യാഗ്രഹം കാണിച്ച്, സ്വാർത്ഥതയാൽ ഇടപെട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ, കർത്താവേ, കരുണയുണ്ടായി എന്നോട് ക്ഷമിക്കണമേ. ഒരു പാപി മരിക്കണം എന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം ദൈവമേ നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിന്റെ അരികിലേക്ക് വളരെ വേദനയോടെ അടുത്തു വരുന്നു. അടിയനോട് ക്ഷമിക്കണമേ.
അതുപോലെ എൻ്റെ കുടുംബ അംഗങ്ങളോട് ക്ഷമിക്കണമേ. എൻ്റെ മക്കളോട്, മാതാപിതാക്കളോട് ക്ഷമിക്കണമേ. എൻ്റെ സഭാവിശ്വാസികളോടും ക്ഷമിക്കണമേ. എൻ്റെ അയൽവാസികൾ, നിങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന ദേശത്തിലെ മുഴുവൻ ജനങ്ങളോടും ക്ഷമിക്കണമേ. ദൈവികമായ സമാധാനവും ആശ്വാസവും ദൈവികമായ സൗഖ്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ മനസ്സലിയണമേ എന്ന് വളരെ താഴ്മയോടുകൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാമത്തെ പേജിൽ രണ്ടാമതായി നൽകുന്ന പ്രത്യേകമായ പ്രാർത്ഥന: ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം തമ്പുരാൻ മനസ്സലിവുള്ള കർത്താവാണ്. ആ കർത്താവിനോട് ആരൊക്കെ മനസ്താപത്തോടും കണ്ണുനീരോടും പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ വാസ്തവമായും പാപക്ഷമയും ദൈവികമായ സമാധാനവും നൽകുന്നു. അങ്ങനെ ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഈ വലിയ സമാധാനം, ഈ വലിയ പാപക്ഷമയുടെ അനുഭവം ലഭിച്ചിരിക്കുന്നു. അത് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള സ്തോത്രം അർപ്പിക്കാം. ഒരാഴ്ചക്കാലം വ്യത്യസ്തമായ നിലകളിൽ ദൈവത്തിൻ്റെ വലിയ നന്മ അനുഭവിക്കുവാൻ ദൈവം നമ്മോട് മനസ്സലിഞ്ഞു. നാം അനുഭവിച്ച എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. നമുക്ക് ലഭിച്ച ഭവനാന്തരീക്ഷം, ദൈനംദിനം ലഭിച്ച ആഹാരം, വസ്ത്രം, നമുക്ക് ലഭിച്ച പ്രത്യേകമായ സുരക്ഷിതത്വ അനുഭവങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ, കുടുംബ ബന്ധങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് നന്മകൾ ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ചിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നന്ദിയുള്ള സ്തോത്രം നമുക്കെല്ലാവർക്കും അർപ്പിക്കാം. അതേ കർത്താവേ, നിന്റെ സന്നിധിയിൽ സ്തോത്രമല്ലാതെ, നന്ദിയല്ലാതെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല. നീ നൽകിയതെല്ലാം നന്മകളാണ്. നീ നൽകിയതെല്ലാം നന്മകളാണ്. അതുകൊണ്ട് നിന്റെ സന്നിധിയിൽ ഹൃദയംഗമായി നിങ്ങളെല്ലാവരും സ്തോത്രം 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 അർപ്പിക്കുന്നു. ആമേൻ. 29-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 29-ാം സങ്കീർത്തനം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലബനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു.
യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്ന് യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ ഒരു വേദഭാഗം വായിച്ച് കേൾക്കും. വായനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചു വാതിൽ അടച്ചിരിക്കുകയും യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വായിച്ചയുടെ തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മേരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ നാം അല്പസമയം ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം ധ്യാനിക്കുന്നതിന് വേണ്ടി വേർതിരിക്കുകയാണ്. ദൈവവചന ധ്യാനത്തിലേക്ക് ഏവരെയും സന്തോഷത്തോടുകൂടെ ക്ഷണിക്കുന്നു. ദക്ഷിണേന്ത്യ സഭ ഈ മാസം 31-ാം തീയതി ഞായറാഴ്ച ചിന്താ വിഷയമായി വേർതിരിക്കുന്നത് ഒരു ലഘുവായ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവെ വന്ന് സർവ സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ എന്നതാണ്. അതുകൊണ്ട് സഭ ഈ ദിവസം പെന്തക്കോസ്ത് ഞായറായി വേർതിരിച്ചിട്ടുണ്ട്. സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിച്ച നാൾ എന്ന് പെന്തക്കോസ്ത് ഞായറിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പെന്തക്കോസ് എന്ന ഗ്രീക്ക് ഭാഷയ്ക്ക് അർത്ഥം 50-ാമത്തെ ദിവസം എന്നുള്ളതാണ്. പെന്തക്കോസ്ത് ഞായർ എന്ന് പറയുന്നതിന് ചില പ്രത്യേകതകൾ കൂടി നാം മനസ്സിലാക്കണം. യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം അപ്പോസ്തലന്മാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പെസഹ പെരുന്നാളിന് ശേഷം 50-ാം ദിവസം പെന്തക്കോസ്റ്റ് എന്ന് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. മോശെ സിനായി മലയിൽ എത്തി ദൈവത്തിന്റെ ദർശനം ലഭിച്ച് യാത്രയുടെ 50-ാം ദിവസമാണ് തന്റെ കയ്യിൽ ന്യായപ്രമാണം ലഭിച്ചത് എന്നത് പഴയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരത്തിൽ വേദപുസ്തക ചരിത്രത്തിൽ 50-ാമത്തെ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ 120 പേരടങ്ങുന്ന വലിയൊരു സംഘം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അവിടെ കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ചില രൂപാന്തരപ്പെടുത്തലുകൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അവരുടെ ശുശ്രൂഷയുടെ ചില പ്രത്യേകതകൾ നമ്മളിവിടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. 3 വാക്കുകളിലാണ് നമ്മളത് സംക്ഷിപ്തപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നത്. അവരെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം ഭാഷയില്ലാത്ത ആളുകളായിരുന്നു എന്നാണ്. ഭാഷയില്ലാത്ത ആളുകളായിരുന്നു അപ്പോസ്തലന്മാർ എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ മനുഷ്യൻ സന്ദേശങ്ങൾ സംവേദനം ചെയ്യുന്നത്, ആശയങ്ങൾ സംവേദനം ചെയ്യുന്നത് 3 തരത്തിലുള്ള ഭാഷകളിലൂടെ: ആംഗ്യഭാഷ, എഴുത്ത് ഭാഷ, അതുപോലെ സംസാര ഭാഷ.
ഈ 3 തരത്തിലുള്ള ഭാഷകൾ പ്രധാനമായും 3 തരത്തിലുള്ള ഭാഷയിലൂടെയാണ് ആശയ സംവേദനം നടത്തുന്നത് എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശിഷ്യന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത്, പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം അവർ സംസാരിച്ചപ്പോൾ അത് അന്യഭാഷയായി, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയായി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെ അവർക്ക് ഭാഷയില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ഭാഷയുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞിരുന്നത് ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവരൊരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവാത്മാവിന്റെ വലിയ ദാനം ജീവിതത്തിൽ നേടിയപ്പോൾ അവർക്ക് ലഭിച്ച വരം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ സംസാരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ചരിത്ര സത്യമുണ്ട്. ദൈവം തമ്പുരാൻ മനുഷ്യന്റെ ഭാഷ കലക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. മനുഷ്യൻ ഭൂമിയിൽ പെറ്റുപെരുകി വലിയൊരു സമൂഹമായിട്ട് മാറി, സമ്പത്ത് വർദ്ധിച്ചു, സൗകര്യങ്ങൾ വർദ്ധിച്ചു, സമൃദ്ധിയുണ്ടായി, വിവേകമുണ്ടായി. അങ്ങനെ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന ഒരുപാട് തരത്തിലുള്ള നന്മകൾ അവന് ഉണ്ടായി. അവിടെ രേഖപ്പെടുത്തുന്നത് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷ, ഒരേ വാക്ക്, അവർ താമസിച്ചിരുന്ന ഭൂമി സമഭൂമി, ഇഷ്ടിക ഉണ്ടാക്കുവാൻ തക്ക തരത്തിലുള്ള പാകമായ പശമണ്ണ്, ഇങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങളുടെ വലിയൊരു കൂമ്പാരം മനുഷ്യന് ലഭിച്ചു. മനുഷ്യൻ ഈ അനുകൂലമായ സാഹചര്യങ്ങളെയെല്ലാം തക്കതായ രീതിയിൽ പ്രയോജനപ്പെടുത്തി. അങ്ങനെ പ്രയോജനപ്പെടുത്തി മനുഷ്യന്റെ പ്രത്യേകമായ തരത്തിൽ മനസ്സ് രൂപപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് എല്ലാം സാധിക്കും, ഞങ്ങളെ കൊണ്ടെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന തരത്തിൽ മനസ്സ് പരുവപ്പെടുത്തുകയാണ്. അവർ അങ്ങനെ ഒരുമിച്ചിരുന്ന് പറഞ്ഞു, വരിക, ഭൂതലത്തിലെങ്ങും നമ്മൾ ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണം ഉണ്ടാക്കുക, ആകാശത്തോളം എത്തുന്ന വലിയൊരു ഗോപുരം പണിയുക, എന്നിട്ട് നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക. ജനങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളെ എല്ലാം കോർത്തിണക്കി കരങ്ങളിൽ വെച്ചുകൊണ്ട് ആ സൗകര്യങ്ങളെല്ലാം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു അഹങ്കാര ചിന്തയോടുകൂടെ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. അവരറിയാതെ അവരുടെ ഉള്ളത്തിൽ സ്വാർത്ഥത വർദ്ധിച്ചു എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അവരുടെ ഭാഷ അത്തരത്തിലുള്ളൊരു ഭാഷയായി മാറുകയാണ്. സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ ഒക്കെ ഒരു ഭാഷയായി മാറുന്നു എന്നവരുടെ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അവരുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സ്വന്തം പേരിന് വേണ്ടി, സ്ഥാനത്തിനു വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അവരുടെ ഭാഷ അതായി മാറുകയാണ്. ചുരുക്കത്തിൽ ഇടുങ്ങിയ ചിന്താഗതിക്കാരായി ഈ ജനം മാറി എന്നുള്ളത്. എന്നാൽ നമ്മൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്നു, ദൈവം അവരുടെ ചിന്താഗതികളെ, അവരുടെ തീരുമാനങ്ങളെ മുഴുവൻ കലക്കിക്കളഞ്ഞു, അഥവാ ഭാഷ കലക്കിക്കളഞ്ഞു. മനുഷ്യൻ സ്വന്തമായി കണ്ടെത്തുന്ന ഭാഷ അത് സ്വാർത്ഥതയുടേതാണ്, അത് അഹങ്കാരത്തിൻ്റെതാണ്, ഇടുങ്ങിയ ചിന്താഗതിയുടേതാണ് എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്, ചിന്തിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന രൂപാന്തരം, അവർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ഭാഷ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നൽകുന്ന ഭാഷ, അഥവാ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ്, സുവിശേഷത്തിന്റെ ഭാഷയാണ്. ദൈവം നൽകുന്ന ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ്, അത് സുവിശേഷത്തിന്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഏതാണ്ട് 15 രാജ്യക്കാർ ഒരുമിച്ച് ഗലീലക്കാരെ ശ്രദ്ധിക്കുമ്പോൾ, ഗലീലയിലുള്ള കർത്താവിന്റെ ശിഷ്യന്മാരെ ശ്രദ്ധിക്കുമ്പോൾ അവർ ആത്മാവ് നിറഞ്ഞവരായി അഗ്നി പിളർക്കുന്ന നാവുകളോടുകൂടെ എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ ഈ 15 രാജ്യത്തിലെ ആളുകൾക്ക് ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾ സംസാരിച്ചത് മനസ്സിലായി എന്നുള്ളതാണ്.
നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഇവർ സംസാരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടുവാനിടയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഭാഷയെ രൂപാന്തരപ്പെടുത്തി. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ സംസാരിക്കുവാൻ അവരുടെ ഭാഷയെ രൂപാന്തരപ്പെടുത്തി. ദൈവം നൽകിയ ഭാഷ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയായി മാറി. അവരുടെ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അത് ആളുകൾക്ക് ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. ഭാഷയില്ലാത്തവരും ഭാഷ മനസ്സിലാകാത്തവരും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട്. ഈ ലോകത്തിന്റെ ഭാഷ ഒരുപാട് ആളുകൾക്കറിയാം. മലയാളം അറിയാം, തമിഴറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, തുടങ്ങുന്ന ഒരുപാട് ഭാഷകൾ ആളുകൾക്ക് സംസാരിക്കാൻ അറിയാം. എങ്കിലും ഇന്ന് ഭാര്യ സംസാരിക്കുന്നത് ഭർത്താവിന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഭർത്താവ് സംസാരിക്കുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഭാഷ എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ബന്ധങ്ങളിൽ ഭാഷ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബന്ധങ്ങൾ തുടരുവാൻ കഴിയാതെ തകർന്നു പോവുകയാണ്, നിന്നു പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഇന്ന് പരസ്പരം ആരെയും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ ഇന്ന് പരസ്പരം ആരെയും അടുത്ത് അറിയാൻ, ഗ്രഹിക്കാൻ അവന് മനസ്സില്ല, അതിന് തയ്യാറാകുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിയുന്നു. ആധുനിക തലമുറ വളരെ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ എല്ലാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മുത്തശ്ശിയെ കാണാൻ പട്ടണത്തിൽ നിന്നെത്തുന്ന കൊച്ചുമക്കൾ, മരുമക്കൾ എല്ലാവരും മുത്തശ്ശിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ മുത്തശ്ശി പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ, മനസ്സിലാക്കാൻ ഈ കൊച്ചുമക്കൾക്ക്, മരുമക്കൾക്ക്, മക്കൾക്ക് മനസ്സില്ല. അവരെല്ലാവരും അവരുടെ കരങ്ങളിലുള്ള ടാബോ മൊബൈലോ പിടിച്ച് മാറിയിരിക്കുകയാണ്. അവരിൽ ചില ആളുകൾ പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ വീട്ടിൽ വരുന്നത് വലിയ പ്രയാസമാണ്. കാരണം മുത്തശ്ശി പാർക്കുന്ന ഇടത്ത് റേഞ്ച് പോരാ. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം എന്തെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റേഞ്ച് എന്താണ്? എന്നെ മനസ്സിലാക്കാൻ, എന്നെ അറിയാൻ എന്ത് റേഞ്ചാണ് എന്ന് ചോദിക്കുന്ന മനോഭാവം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇത് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകമായ അനുഭവമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ തങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇടത്ത് ചുറ്റും കൂടിയിരിക്കുന്നത് ഒരുപക്ഷെ എന്താണ് ഇവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരായിട്ടാണ്. പക്ഷേ തക്കതായ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവർക്കുണ്ടായപ്പോൾ അവർ പറയുന്നത് എന്ത് എന്ന് ശരിയായി ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. കാരണം വളരെ ലളിതമാണ്. പറയുന്നതിന് മുൻപ് ഒരു കാത്തിരിപ്പിന്റെ അനുഭവം ഉണ്ടായി. സംസാരിക്കുന്നതിന് മുൻപ് അല്പം ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറായി. ഒരുമിച്ച് ഒരു മനസ്സോടുകൂടെ ഞങ്ങൾ എന്ത് പറയണം? പ്രിയമുള്ളവരെ, ആത്മാവ് നമ്മുടെ ഭാഷയെ രൂപാന്തരപ്പെടുത്തുന്നതിന്, നമ്മുടെ ബന്ധങ്ങൾ നീണ്ടു പോകുന്നതിന്, വളരുന്നതിന്, അത് ക്രമമായി മാറുന്നതിന്, സ്നേഹം നിലനിൽക്കുന്നതിന് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമ്മുടെ ഭാഷയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ടതിന്റെ ആവശ്യം ഉണ്ട്. ഇടവകകളും കുടുംബങ്ങളും മഹായിടവകയും ദേശവുമെല്ലാം പലപ്പോഴും തകർന്നു പോകുന്നത് ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടാണല്ലോ. ദൈവസന്നിധിയിൽ ഒരുമയോടുകൂടെ കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യകത, രൂപാന്തരപ്പെടുവാൻ കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രത്യേകമായ സമയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തലന്മാരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നു. അവർ ഭാഷയില്ലായിരുന്നു എന്നതുപോലെ തന്നെ ശരിയായ ലക്ഷ്യം ഇല്ലാത്തവരായിരുന്നു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുകയാണ്. ലക്ഷ്യമില്ലാതിരിക്കുന്നവരുടെ ഒരു സമൂഹത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ വായിക്കുകയാണ്. 20-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരുടെ സമൂഹം യഹൂദന്മാരെ പേടിച്ച്
വാതിൽ അടച്ച് ഉള്ളിൽ ഇരുന്നു എന്ന്. 120 പേരടങ്ങുന്ന സംഘം ഭയമുള്ളവരായി കാത്തിരിക്കുന്നു. അവരുടെയും പ്രവർത്തന മേഖല അജ്ഞാതമാണ്. ഇവിടെയും കൂടിയിരിക്കുന്ന ആളുകളുടെ പ്രവർത്തന മേഖല, മുൻപോട്ടുള്ള ലക്ഷ്യമെല്ലാം അജ്ഞാതമാണ്. ലക്ഷ്യമില്ല, ലക്ഷ്യത്തെക്കുറിച്ച് അറിയില്ല. എന്ത് ശുശ്രൂഷയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു വ്യക്തതയില്ല. എവിടേക്ക് പോകണം, എന്ത് പ്രവർത്തിക്കണം, അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള വ്യക്തതയില്ല എന്ന് അവരുടെ ഭാവപ്രകടനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം എന്താണ്? ഒരു ദൈവാശ്രയം നഷ്ടമായി പോയിരിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധം ഒരുപക്ഷെ അത് തകർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട്, ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് മുൻപോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു പ്രചോദനമില്ല, മുൻപോട്ടുള്ള ലക്ഷ്യത്തിന് ഒരു വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവാശ്രയമാണല്ലോ നമ്മെ ശരിയായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ശരിയായ ലക്ഷ്യം കണ്ടെത്തുന്നതിന് ഈ സമൂഹവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുകയാണ്. അലക്ഷ്യമായി ജീവിക്കുന്നവർ ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ നശിപ്പിക്കുന്നവരാണ്. ദൈവത്തിന് വ്യക്തികളെയും കുടുംബങ്ങളെയും കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ദൈവം തമ്പുരാന് വ്യക്തികളെയും കുടുംബങ്ങളെയും കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. അത് പൂർണ്ണമാകുന്നതിന്, യാഥാർത്ഥ്യമാകുന്നതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അനിവാര്യത. നമ്മുടെ ലക്ഷ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക. കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ ലക്ഷ്യങ്ങളാണ് ഒരുപക്ഷെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കുട്ടികൾക്ക് പഠനത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാകണം എന്നുള്ളത്. അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ജീവിതത്തിൽ അടുത്ത് എന്താണ് എന്നുള്ള ചോദ്യവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കുമ്പോൾ അവർ ലക്ഷ്യമുള്ളവരായി എഴുന്നേൽക്കുകയാണ്. അവരുടെ ലക്ഷ്യം സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പോയി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ ഉണരുന്നതിന് അവർക്ക് സാധ്യമായിട്ട് മാറി. ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ ആത്മാവിന്റെ ശക്തി അനുഭവിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം ഒരു ഉദാഹരണമാണ്. കൊല്ലുന്നവനായി ക്രൈസ്തവരെ മുഴുവൻ കൊന്നൊടുക്കുന്ന വലിയൊരു ദൗത്യത്തോടുകൂടെ യാത്ര പുറപ്പെട്ടവൻ വഴിമധ്യേ ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം രൂപാന്തരപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിന് വലിയൊരു രൂപാന്തരം സംഭവിക്കുകയാണ്. കൊല്ലുവാൻ ഇറങ്ങിയവൻ വേദന ഏറ്റെടുത്തുകൊണ്ട്, മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിപ്പിക്കുന്നവനായി, ജീവൻ നൽകുന്നവനായി, ജീവനിലേക്ക് അനേകരെ കരകയറ്റുന്നവനായി മാറി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം രൂപാന്തരപ്പെട്ടത് കൊണ്ടാണ്. അനേകരെ നേടുന്ന വലിയ ശുശ്രൂഷ അപ്പോസ്തലൻ തന്റെ ജീവിതത്തിലൂടെ നിറവേറ്റി എന്ന് നമ്മൾ കാണും. ഇന്ന് മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിലും സ്വഭാവത്തിലും ഒരുപാട് വ്യതിയാനങ്ങൾ വരുത്താൻ പഠിച്ചിരിക്കുന്നു. അഥവാ അവന്റെ ജീവിതത്തിലും സ്വഭാവത്തിലും ഒരുപാട് രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. കൊറോണ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എത്ര സൗന്ദര്യമുള്ള മുഖവും ആരെയും ശരിക്ക് കാണിക്കുവാൻ കഴിയാതെ വന്നിരിക്കുന്നു. മീശ പിരിച്ച് വിറപ്പിക്കുന്നവർക്ക് ആ പതിവ് മാറ്റേണ്ടി വന്നിരിക്കുന്നു. പുഞ്ചിരിച്ച് വശീകരിക്കാനും പുഞ്ചിരിച്ച് ബന്ധം പുതുക്കുവാനും സാധ്യമല്ലാതായി മാറിയിരിക്കുന്നു. അതിനാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. യാഥാർത്ഥ്യങ്ങൾക്ക് മുഖം മൂടികൾ മാറ്റിയേ തീരൂ എന്ന് മനുഷ്യൻ തിരിച്ചറിയുകയാണ്. അതാണ് നമ്മുടെ മുഖംമൂടിയുടെ പ്രത്യേകത. യാഥാർത്ഥ്യങ്ങൾക്ക് മുഖം മൂടികൾ മാറ്റിയേ മതിയാകൂ. ആരാണ്, എന്താണ് അവന്റെ മുഖത്തുള്ളത് എന്ന് മനസ്സിലാക്കാൻ മുഖം മൂടി എന്ന ആവരണം മാറ്റിയേ മതിയാകും. അത് നമ്മൾ ഇന്ന് ധരിക്കുന്ന മുഖം മൂടിയല്ല, ഹൃദയത്തെ മൂടിയിരിക്കുന്ന മുഖം മൂടികൾ. ഇന്ന് അതുകൊണ്ട് ഒരുപാട് പൊട്ടിത്തെറികളില്ല, വെല്ലുവിളികളില്ല, അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും പൊങ്ങച്ചങ്ങൾ ഇല്ല. ആർക്കും അത് കാണിക്കണ്ട. ആഡംബരങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാം ലളിതമാക്കാൻ മനുഷ്യൻ പഠിച്ചിരിക്കുന്നു. അഥവാ
ഒരു വൈറസിലൂടെ ദൈവം തമ്പുരാൻ അവനെ പഠിപ്പിച്ചിരിക്കുന്നു. ജീവിതത്തിൽ താഴേക്കിറങ്ങി വരാൻ, സമരസപ്പെടാൻ, പാവപ്പെട്ടവരോട്, സാധാരണക്കാരോട് അനുഭാവം കൂറി അവരോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ മനുഷ്യൻ അവന്റെ ലക്ഷ്യത്തെ ഒരുപാട് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ രൂപാന്തരപ്പെടുക അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇത് ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടമായി നമ്മൾ കാണുകയാണ്. സഭയുടെ, കുടുംബങ്ങളുടെ, മാനവരാശിയുടെ മുഴുവൻ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ്. ദൈവാത്മാവിന്റെ നിറവിന് വേണ്ടി, ദൈവാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ലക്ഷ്യങ്ങൾ രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ഓടിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതുവരെ ഓടിയത് ആർക്കു വേണ്ടിയായിരുന്നു? എന്തായിരുന്നു നമ്മുടെ ലക്ഷ്യം? ഇതെല്ലാം ഒന്ന് നിന്ന് ആലോചിച്ച് ആ ലക്ഷ്യത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടമായി ദൈവം തമ്പുരാൻ നമുക്ക് വേർതിരിച്ച് നൽകിയിരിക്കുക. ദൈവാത്മാവിന്റെ ശക്തിക്ക്, ദൈവാത്മാവിന്റെ ഇടപെടലിന് വിധേയപ്പെടുവാൻ, അങ്ങനെ ലക്ഷ്യത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു അവസരമായി ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മുടെ ലക്ഷ്യത്തെ രൂപാന്തരപ്പെടുത്തുമ്പോഴാണ് ഫലകരമായ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക്, സന്തോഷമുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക്, വിജയകരമായ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത് ദൈവാത്മാവിന് വിധേയപ്പെടുമ്പോൾ മാത്രമാണ്. അഥവാ ദൈവാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുമ്പോഴാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത ഈ അപ്പോസ്തലന്മാരിൽ നമ്മൾ കാണുന്നു. അവർ ശക്തിയില്ലാത്തവരായിരുന്നു എന്നതാണ്. ഒരു ശക്തിയില്ലാത്തവരായിരുന്നു. അവരുടെ ശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരുടെ ശക്തിയെ രൂപാന്തരപ്പെടുത്തി. കാത്തിരിക്കുന്ന സമൂഹം ശക്തി നഷ്ടപ്പെട്ടവരാണ്. ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനുമുള്ള ശക്തി പോരാ എന്ന നിലയിൽ തളർന്നിരുന്നവരാണ്, ഭയപ്പെട്ടിരുന്നവരാണ്. സങ്കീർത്തനം ഇന്ന് വായിച്ചത് 29-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അതിന് അത്രയ്ക്ക് പവറുണ്ട്, അത്രയ്ക്ക് ശക്തിയുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ ഇടയായി തീരുമ്പോൾ ഒരു അവാച്യമായ ശക്തി നമ്മിൽ പ്രവഹിക്കുകയാണ്. അത് പേശീബലമല്ല, നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്ന ഒരു പ്രത്യേകമായ ശക്തിയാണ്. ഏത് കാര്യവും ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ്, സന്തോഷമാണ്, ധൈര്യമാണ് ദൈവാത്മാവിലൂടെ ലഭിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുകയാണ്. ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളായി മാറുകയാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശക്തിയെ രൂപാന്തരപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ സാക്ഷികളായി മാറാൻ നിങ്ങളുടെ ശക്തിയെ അവൻ രൂപാന്തരപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ശക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് നമ്മുടെ പേശീബലം കാണിക്കുവാനാണ്, അധികാരത്തിന്റെയോ പണത്തിന്റെയോ ഒക്കെ ധാർഷ്ട്യം കാണിക്കുവാനാണ്. ഇല്ല, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് അവന്റെ സാക്ഷികളായി തീരാനാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 45-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന സമയത്ത് രൂപാന്തരപ്പെട്ട വലിയൊരു സമൂഹത്തെക്കുറിച്ച് വായിക്കുകയാണ്. അവർക്ക് ആ ശക്തി ലഭിച്ചപ്പോൾ ആ ശക്തി കൊണ്ട് അവരെന്താണ് ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുമനപ്പെട്ട് സകലവും പൊതുവക എന്നെണ്ണി കൂട്ടായ്മയെ ആചരിച്ചു. അതൊരു ശക്തിയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് ലഭിച്ച ശക്തി കൊണ്ട് അവർ സകലതും പൊതുവക എന്നെണ്ണി കൂട്ടായ്മയെ ആചരിച്ചു. അപ്പം നുറുക്കി. അവരുടെ ഇടയിൽ മറ്റുള്ളവരാരും ഉണ്ടായിരുന്നില്ല. ആ ശക്തി മറ്റുള്ളവരുടെ നന്മയ്ക്കായി, മനോഹരമായ കൂട്ടായ്മയ്ക്കായി, വലിയൊരു സന്തോഷത്തിനായി വിനിയോഗിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. സഭയെ സംബന്ധിച്ച് ഒരിക്കൽ കൂടെ ഓർപ്പിക്കാം, ഇത് കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്. ശക്തിയെ പുതുക്കുവാനുള്ള അവസരമാണ്. പ്രിയമുള്ളവരെ, ഓർക്കണം, ദൈവാലയങ്ങൾ അടച്ചിട്ടാലും നാം അത് നേടും. എന്താണ്? ദൈവത്തിന്റെ ശക്തി. ആ ശക്തി ഏത് പ്രതിസന്ധിയെയും നേരിടുന്നതിന് നമ്മെ ഒരുക്കും എന്നുള്ളതിന് സംശയമില്ല.
പേശീബലവും സമ്പത്തിന്റെ ബലവുമല്ല, ദൈവാത്മാവ് നൽകുന്ന ശക്തി കൊണ്ട്, ദൈവാത്മാവ് നൽകുന്ന ശക്തി കൊണ്ട് നമ്മൾ ഏത് പ്രതിസന്ധിയെയും നേരിടുന്നതിന് തയ്യാറാകും. അത് നമ്മെ ഒരുക്കും. ഈ കൊറോണ കാലഘട്ടത്തെയും നിശ്ചയമായും നമ്മൾ അതിജീവിക്കും. ഈ ശക്തി നമ്മെ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുക്കുന്നതായി മാറും, അതിന് സംശയമില്ല. അതുകൊണ്ട് ഭാഷയില്ലാതിരുന്ന അപ്പോസ്തലന്മാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഭാഷയെ രൂപാന്തരപ്പെടുത്തി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ സംസാരിക്കുവാൻ, സംവേദനം ചെയ്യുവാൻ അവരെ ഒരുക്കിയതുപോലെ ലക്ഷ്യമില്ലാതെ കാത്തിരുന്ന അപ്പോസ്തലന്മാർക്ക് ശരിയായ ഒരു ലക്ഷ്യബോധം നൽകി അവരുടെ ലക്ഷ്യത്തെ രൂപാന്തരപ്പെടുത്തിയതുപോലെ ശക്തിയില്ലാത്തവരായി ദൈവത്തിന്റെ സന്നിധിയിൽ കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ ശക്തിയെ രൂപാന്തരപ്പെടുത്തി അവരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചതുപോലെ ഈ നാളുകളിൽ നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ വിനയമുള്ളവരായി, പ്രാർത്ഥനയുള്ളവരായി ആ ദൈവാത്മാവിന്റെ ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ തന്ന് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ ഉടയവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ ദിവസത്തിന്റെ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങളെല്ലാവരും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല ദിവസമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലെ നല്ല നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് വേർതിരിച്ച് കർത്താവ് തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത്. നിന്റെ വചനം കേൾക്കാനും നിന്റെ സന്നിധിയിൽ വിനയപ്പെടുവാനും കുറവുകൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും ദൈവശക്തിക്കായി കാത്തിരിക്കാനും കർത്താവെ നീ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. വചനത്തിലൂടെ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ഭാഷയെ രൂപാന്തരപ്പെടുത്തുന്ന, ഞങ്ങളുടെ ലക്ഷ്യത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ഞങ്ങളുടെ ശക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ സ്വാധീനത്തിനായി, ഇടപെടലിനായി ഈ നാളുകളിൽ ക്ഷമയോടെ കാത്തിരിക്കാനും ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനും അതിലുപരി ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുവാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ പ്രത്യേകമായ സമയത്ത് അനേകർ തങ്ങളുടെ ഉള്ളങ്ങളിൽ വളരെ വലിയ വേദനയോടുകൂടെ, വലിയ സങ്കടത്തോടുകൂടെ കാത്തിരിക്കുന്നുണ്ട്. ദൈവമേ, ഈ വലിയ വേദനയുടെ നടുവിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുക? ആരാണ് എന്നെ സഹായിക്കുക? സാമ്പത്തികമായ കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കുക? തൊഴിൽ നഷ്ടമായി പോയല്ലോ, വരുമാനത്തിന്റെ സ്രോതസ്സുകൾ അടഞ്ഞുപോയല്ലോ, വിദ്യാഭ്യാസത്തിന്റെ വഴികൾ ഒരുപക്ഷെ പ്രതിസന്ധിയിലായിരിക്കുന്നു, മക്കളുടെ വിവാഹകാര്യം, എൻ്റെ ജോലിക്കാര്യം, എൻ്റെ ഭവന നിർമ്മാണം, അങ്ങനെ ജീവിതത്തിന്റെ നിർണായകമായ ഒരുപാട് ആവശ്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ സമയത്ത് ഞാൻ എന്തു ചെയ്യും? ഞാൻ ആരെ ആശ്രയിക്കും? ഇങ്ങനെ വലിയ വേദനയോടെ, ചില ചോദ്യങ്ങളോടെ, ഒരുപക്ഷെ സംസാരിക്കുവാൻ പോലും മനസ്സില്ലാത്ത വിധത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട്, കണ്ണുനീർ തൂകിക്കൊണ്ട്, ആ കണ്ണുനീർ ആരെയും കാണിക്കുവാൻ മനസ്സില്ലാത്തവരായി മാറിയിരുന്ന് വിലപിച്ചുകൊണ്ട്, കണ്ണുനീർ തൂകിക്കൊണ്ട് ആയിരിക്കുന്ന അനേകരുണ്ടല്ലോ. കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകൾ നേരിട്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ട്, ഒരുപക്ഷെ ദീർഘവർഷങ്ങളായി വേർപാട് ദുഃഖങ്ങൾ മാറാതെ ഭാര്യ, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ദുഃഖത്തിൽ ആയിരിക്കുന്ന, ഭവനപ്പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത എന്റെ ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട മകൻ മദ്യത്തിന്, ലഹരിക്ക് അടിമയായിപ്പോയ, ഒരുപക്ഷെ എന്റെ കുടുംബ അംഗങ്ങളിൽ ചില ആളുകൾ വിദേശ രാജ്യങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ, അന്യ ജില്ലകളിൽ അകപ്പെട്ടു പോയ, ഇങ്ങനെയുള്ള വലിയ സങ്കടങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആരാണ് എനിക്ക് ആശ്വാസം പറയുക? ആരാണ് എന്നെ ധൈര്യപ്പെടുത്തുക? അവരുടെ ഉള്ളിൽ ഉയരുന്ന ചോദ്യമാണ്. ദൈവമേ, നീ അവരെയും സഹായിക്കണമേ, നീ അവരോട് ഇടപെടണമേ. അങ്ങനെ ചില ആളുകൾ ഹൃദയത്തിൽ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നീ അവർക്ക് സഹായകനായി കൂടെ ഇരിക്കണമേ, നീ അവരെ ധൈര്യപ്പെടുത്തണമേ, വേണ്ടുന്ന വഴികളെ, വാതിലുകളെ തുറന്നു കൊടുക്കണമേ. ഇനിയും ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ,
ശരീരത്തിൽ മറ്റ് പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് വേദനയോടെ ദീർഘമായ ശുശ്രൂഷകൾ, ചികിത്സകളൊക്കെ വഹിച്ചുകൊണ്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എപ്പോഴാണ് എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം ലഭിക്കുക, പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ തൊട്ട് ആശീർവദിക്കണമേ, അത്ഭുതകരമായൊരു വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ കൊച്ചുമക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എല്ലാ യൗവനക്കാരെയും സമർപ്പിക്കുന്നു, എല്ലാ മാതാപിതാക്കന്മാരെയും സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലെത്തിയ വന്യ മാതാപിതാക്കന്മാർ, കിടരോഗികളായി മാറിപ്പോയ സഹോദരൻ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു കുടുംബങ്ങളിലും ഒരു അസ്വസ്ഥതയും ഉണ്ടാകുവാൻ ഇടയാകരുത്. ആഹാരത്തിനാരും പ്രയാസപ്പെടരുത്. അന്നുള്ള നന്മകൾക്കായി ആരും അലയുവാൻ ഇടയായിത്തീരരുത്. എല്ലാ പേരുടെയും കുടുംബങ്ങളിൽ ആവശ്യമായിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ എൻ്റെ യേശുവിന്റെ കൃപയാൽ നൽകണമേ. ഞങ്ങൾ ഭയക്കുന്ന ഈ വൈറസിന്റെ വ്യാപനം വേഗത്തിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. അതിനുവേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഈ വലിയ പരിശ്രമത്തിന് വേണ്ടി ഈ നാളുകൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അധികാരികൾ, പോലീസ് സേനാംഗങ്ങൾ, ശാസ്ത്രജ്ഞന്മാർ, ആതുര ശുശ്രൂഷ പ്രവർത്തകർ എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ, ദൈവം അവരെ ധൈര്യപ്പെടുത്തണമേ, വേണ്ടുന്ന നല്ല ആലോചനകൾ നൽകണമേ എന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങൾ, സംഘടനകൾ എല്ലാവരെയും കർത്താവെ അതാതിടങ്ങളിൽ കാത്തുകൊള്ളണമേ. ആത്മീയ ജീവിതത്തിൽ ആരും തളർന്നു പോകുവാനിടയാകരുതേ. ദൈവികമായ ശക്തിയാൽ നീ അവരെ നിറച്ചുകൊണ്ടിരിക്കണമേ, നീ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ. ഭവനങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് ശ്രദ്ധിക്കുമ്പോൾ നീ അവരോട് ഇടപെടുമാറാകണമേ കർത്താവേ. നിന്റെ ആത്മാവിന്റെ ഇൻപസ്വരത്തെ കേൾപ്പിക്കണമേ. ഇവിടെ ഉള്ളത്തിൽ ദൈവികമായ സന്തോഷത്തെ നൽകണമേ, ദൈവികമായ ശക്തിയെ നൽകണമേ. ദുഃഖങ്ങളെ, വേദനകളെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളെ ദൂരവേ മാറ്റണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മുഴുവൻ ഭാരങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിക്കട്ടെ. അവിടുത്തെ കൃപ ഈ ഒരാഴ്ചക്കാലം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിന്റെ പൊന്നുനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും പ്രിയമുള്ളവരെ നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.